ഹലോ ഗായ്സ്, വെൽക്കം ടു പ്യൂർ ബ്ലിസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓക്ലാൻഡിലെ കെല്ലറ്റാറ്റൻസ് അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ താഴത്തേക്ക് നടന്നു പോകണം. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങൾ ഓൾറെഡി 2 ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു. $45 ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസായി വരുന്നത്. നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു സ്പിന്നിങ് ടവറാണ്. അത് നല്ല വൈറ്റ് തീമിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പെൻഗ്വിൻസിനെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പെൻഗ്വിൻസിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന പൂളിലെ വെള്ളത്തിലൂടെ പെൻഗ്വിൻസ് നീന്തി വരുന്നത് കാണുന്നത് തന്നെ ഒരു അടിപൊളി കാഴ്ചയാണ്. ഇവരെ കൂടുതലായും തണുത്ത പ്രദേശങ്ങളിൽ കാണുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവർ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. കാരണം ഇവർ അതുപോലെ നല്ല ഉറക്കത്തിലാണ്, സ്റ്റാച്യു പോലെ. മറ്റു ചിലർ നല്ല ആക്റ്റീവുമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം അവിടെ നിന്ന് എടുത്തു. മറ്റു ചിലർ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ, ദാ ആ കാണുന്നതാണിത്. ഓട്ടടാ ഓട്ടം. ദാ ഈ കാണുന്ന റൗണ്ടിലൂടെ നോക്കിയാൽ കൂട്ടിലടച്ചിട്ടിരിക്കുന്ന പെൻഗ്വിൻസിനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇനി നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ തന്നെ അന്റാർട്ടിക്കൻ ഓഷൻ്റെ വെള്ളത്തിൽ 30 സെക്കൻഡ് കൈമുക്കി വെക്കുന്ന ഒരു ചലഞ്ചുണ്ട്. അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ കൈയെടുത്തു. എന്നെക്കൊണ്ട് 30 സെക്കൻഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ജെല്ലി ഫിഷസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പല നിറത്തിൽ, വലിപ്പത്തിൽ, അങ്ങനെ വ്യത്യസ്തമാർന്ന ജെല്ലി ഫിഷസിനെ നമുക്കിവിടെ കാണാനിടയായി. നിങ്ങളും കണ്ടിട്ട് പോയോ ബാക്കി? അവിടെ നിന്നും നേരെ നടന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് അക്വേറിയങ്ങളാണ്. നല്ല ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻഡ് ആണ് ഇതൊക്കെ. അതുപോലെ കൊച്ചു കൊച്ചു ഫിഷസിനെ എല്ലാം നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ കണ്ട ടാബിൽ ആമയ്ക്ക് കളറും കൊടുത്ത് അടുത്ത സെക്ഷനിലേക്ക് നടന്നു. അങ്ങനെ നടന്ന് എത്തിയ സ്ഥലത്ത് കിഡ്സിൻ്റെ ഒരു പ്ലേ റൂമുണ്ട്, അതുപോലെ ഒരു റെസ്റ്റോറൻറ്റുമുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ അക്വേറിയത്തിൽ ഒരു ലോബ്സ്റ്ററിനെയും കണ്ടു. പിന്നെ അവിടെ കണ്ടൊരു വലിയ കാഴ്ച എന്ന് പറയാൻ അവിടെ ഒരു പൂളാണ്. അതിൽ കുറേ മീനുകളും കടലാമയും തിരണ്ടിയും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു.
അടുത്തതായി പോകുന്നത് ഷാർക്ക് സോണിലോട്ടാണ്. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു മൂവിങ് വാക്ക് വേ ഉണ്ട്. അതിൽ കയറി കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാവുന്നതാണ്. കടലിൻ്റെ ഉള്ളിലൂടെ പോകുന്നൊരു ഫീലാണ് നമുക്ക്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നോക്ക്, എത്ര വലിയ തിരണ്ടിയാണ് പോകുന്നതെന്ന്. നമ്മുടെ തലയുടെ മേളിൽ കൂടിയാണ് അവ പോകുന്നത്. ദാ വരുന്നു ഒരു യമണ്ടൻ സ്രാവ്. കാണുമ്പോഴേ പേടി തോന്നുന്നു. സ്രാവിനെ കണ്ട് പേടിയായെങ്കിൽ എന്താ, ഇവനെ കണ്ടോ, ഇവൻ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ. ഇനി കുറച്ച് അഡ്വഞ്ചർ ആകാല്ലേ. ഇവിടെ ചെറിയൊരു വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ലോബ്സ്റ്ററിനെയൊക്കെ നമുക്ക് കാണാം. അടിപൊളിയാണ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അഡ്വഞ്ചർ സെക്ഷനിൽ വന്നിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാതെ പോകുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാനും നുഴഞ്ഞു കയറി ആ പാറക്കൂട്ടത്തിനിടയിലൂടെ. അവസാനം കാഴ്ചകളെല്ലാം കണ്ട് ഗെയിമെല്ലാം കളിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.